പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ ഒരു പ്രഭാതം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്ന് നമുക്കൊരു വേദഭാഗം വായിക്കാം. 143 സങ്കീർത്തനം 5 വാക്യം. ദൈവത്തോട് ദാവീദ് പറയുന്ന, സങ്കീർത്തനക്കാരൻ പറയുന്നതായ ഒരു പ്രാർത്ഥന. ദൈവമേ, പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു, നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു, നിന്റെ കൈകളുടെ ചില പ്രവൃത്തികളെ ഞാൻ ചിന്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് രാജാവ് അനേകം സങ്കീർത്തനങ്ങൾ ചമച്ചിട്ടുള്ളത് നമുക്കറിയാം. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിന്റെ 150 അധ്യായങ്ങളുടെ ഏറിയ പങ്കും ദാവീദിന്റെ കരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ തന്റെ കൈകൾ കൊണ്ട് തന്റെ ധ്യാനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഭരിതമാക്കിക്കൊണ്ട് താൻ എഴുതിയതായ സങ്കീർത്തനമാണ്. ഓരോ സങ്കീർത്തനത്തിനും അതിൻ്റെതായ വിശേഷതകളും അതിനൊരു പശ്ചാത്തല കാരണങ്ങളുമുണ്ട്. 143 സങ്കീർത്തനം താൻ എഴുതിയിട്ടുള്ളതായ സങ്കീർത്തനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ജീവിതത്തിൽ അടിതെറ്റിപ്പോയിട്ടുള്ളതായ, പതറിപ്പോയിട്ടുള്ള, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതുമായ ഒരു വ്യക്തിയിൽ നിന്ന് അകന്നു പോയിട്ടുള്ളതായ, വേറിട്ട് പോയിട്ടുള്ളതായ, തകരുവാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നതായ ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കുവാനുള്ള ഒരു സങ്കീർത്തനമാണ് 143 സങ്കീർത്തനം. ദാവീദ് ദൈവത്തോട് പറയുന്നതായ ഒരു കാര്യം, കർത്താവേ, ഞാൻ പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു. ഞാൻ ആരായിരുന്നു? ഞാൻ ഒരു ആട്ടിടയനായിരുന്നു, തള്ളയാടുകളെ നോക്കി നടക്കുന്നവനായിരുന്നു. അതിനുശേഷം കേവലം ഒരു യുദ്ധമുഖത്തിൽ നീ എനിക്ക് തന്ന കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഗോലിയാത്തിന്മേൽ, ഫെലിസ്ത്യരുടെ മേൽ എനിക്ക് തന്ന ജയം എന്നെ ഒരു രാജകൊട്ടാരത്തിൽ കൊണ്ടുവരുമാറാക്കിയെങ്കിലും വീണ്ടും ശത്രു എന്നെ വിട്ടില്ല. അവിടെയൊക്കെയും ഞാൻ പോയിടത്തൊക്കെയും ശത്രു എന്നെ അനുധാവനം ചെയ്തു. എന്നാൽ ഞാൻ എൻ്റെ പ്രാണരക്ഷാർത്ഥം ഓടി ഞാൻ കുറ്റിക്കാടുകളിലും ഗുഹകളിലും വനാന്തരങ്ങളിലും ഞാൻ അനാഥനായി, തുണയറ്റവനായി ഞാൻ ചുറ്റി നടന്നു. വീണ്ടും നീ എന്നെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നീ എനിക്ക് വലിയ വലിയ മാനങ്ങളും സ്ഥാനങ്ങളും ഒക്കെ നൽകി തന്നു. എന്റെ സിംഹാസനത്തെ സ്ഥിരമാക്കി. എല്ലാം ശരിയാണ്. ഇപ്പോൾ ശത്രു എന്റെ മേൽ ചെയ്തിരിക്കുന്നതായ പോരാട്ടം എന്റെ പ്രാണന് വിരോധമായിട്ടാണ്. അതൊരു എന്റെ ശരീരത്തിനും അല്ലെങ്കിൽ എന്റെ ഒരു സൗഖ്യത്തിനും വിരോധമായി ശത്രു പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ ശത്രുവിനോട് എനിക്ക് യുദ്ധം ചെയ്യാമായിരുന്നു. എന്റെ സ്ഥാനമാനത്തു നിന്ന് എന്നെ ഇറക്കുവാനാണ് ശത്രു ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ശത്രുവിനോട് മല്ലിടുവാൻ എനിക്ക് അനേകം ബുദ്ധി ജ്ഞാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ എന്റെ ബുദ്ധി അഫലമായി പോകുന്നതായ ഒരു സന്ദർഭം ശത്രു എന്റെ പ്രാണനെ തൊടുവാൻ പദ്ധതി ഇട്ടുകൊണ്ട് എന്റെ നേരെ പാഞ്ഞെടുക്കുമ്പോഴാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവിതത്തിൽ തകർന്നു പോയ ജീവിതങ്ങൾ, ദൈവത്തിൽ നിന്ന് ദാവീദ് ഒരുപാട് അന്യമാക്കപ്പെട്ടിരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ പ്രാർത്ഥന കഴിക്കുമ്പോൾ ദാവീദിന് ബോധ്യമായി. ദാവീദ് ദൈവത്തോട് പറയുകയാണ്, ഞാൻ ആരായിരുന്നുവെന്ന് പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ തരുണത്തിൽ ഒരു അനുഭവ കഥ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരികയാണ്. 2 ജീവിതങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ അനേക നാളുകൾ സന്തോഷമായി ജീവിച്ചതിന് ശേഷം അവർ അവരുടെ വിവാഹ ബന്ധം ഒഴിഞ്ഞു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം മറ്റു വൈരാഗ്യങ്ങളൊന്നുമില്ലാതെ അവർ അകന്നു കഴിഞ്ഞിരുന്നു. ഒരു ദിവസം ഒരു പാർക്കിൽ അവർ 2 പേരും കൂടെ ഒത്തുകൂടുന്നതിനിടയായി തീർന്നു. അവിചാരിതമായിട്ടാണ്, പദ്ധതി ഇട്ടുകൊണ്ടല്ല. ആദ്യം ഒരാൾ ആ പാർക്കിൽ അല്ലെങ്കിൽ സായാഹ്നം ചെലവഴിക്കുന്നതിന് വേണ്ടി വന്ന് ഒരു ബെഞ്ചിലിരിക്കുമ്പോൾ മറ്റൊരാളും തമ്മിൽ കണ്ടുകൊണ്ട് അവിടെ വന്ന് അടുത്തിരുന്ന് വന്ന ഒരു വിരോധവും കൂടാതെ ഒരാൾ പറഞ്ഞു, നമ്മുടെ പണ്ടത്തെ നാളുകൾ എത്ര സന്തോഷമായിരുന്നു. അതിനുശേഷം മറ്റേയാൾ പറഞ്ഞു, ഓ, നീ അങ്ങനെയൊക്കെ ചെയ്തതായാൽ നമ്മൾ ഒന്നിച്ച് പലയിടത്തും യാത്ര ചെയ്തില്ലേ? നമ്മൾ ഒന്നിച്ച് പാർത്തിരുന്ന സമയത്ത് ഈ പാർക്കിൽ വന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായി അനേക സമയങ്ങൾ ചെലവഴിക്കുമായിരുന്നല്ലോ. അത് വളരെ സന്തോഷകരമായിരുന്നു. 2 പേരും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള ഒരു ധ്യാനം അവിടെ വെച്ച് അനേക കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ആ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, ഇതൊക്കെയാണെങ്കിലും എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരിക്കലും
ആ പഴയ അവസ്ഥയിലേക്ക് നമുക്ക് തിരികെ വരുവാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ഭർത്താവിന്റെ ഹൃദയം വളരെയധികം ഒരു ഐസ് ഉരുകുന്നത് പോലെ ഉരുകി. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മളുടെ സ്നേഹം അറ്റുപോയിട്ടില്ല. വീണ്ടും നമുക്ക് പണിതെടുക്കാവുന്ന സ്നേഹമേ ഉള്ളൂ. നമ്മുടെ മുൻപിൽ പരിഹരിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അങ്ങനെ അവർ ഇരുവരും പഴയ സ്നേഹബന്ധത്തിലേക്ക് കടന്നു വന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് നാം എവിടെ നിന്ന് നമ്മുടെ ജീവിതം ആരംഭിച്ചു, എങ്ങനെയാണ് നമ്മുടെ ആരംഭകാലങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു, ഇരുവരും പങ്കിട്ടതായ ഒരു അനുഭവം, ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ നാമും ദൈവവുമായിട്ട് ചെയ്തതായ ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയുടെ മുൻപിൽ നാം ദൈവത്തെ എത്രമാത്രം സ്നേഹിച്ചു, ദൈവം നമ്മെ എത്രമാത്രം കരുതി എന്നുള്ളതായ ഒരു ചിന്ത ദൈവത്തിന്റെ സകല പ്രവൃത്തികളെയും കുറിച്ചുള്ളതായ ഒരു ധ്യാനത്തിലേക്ക്, ഒരു മെഡിറ്റേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്നാൽ മൂന്നാമത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ, ദൈവം സകല പ്രവൃത്തികളും ലോകത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. തന്റെ മുഖത്തേക്ക് നോക്കുന്നവരെയൊക്കെയും അവൻ രക്ഷിക്കുന്നു. എങ്കിലും പ്രത്യേകമായി ദൈവം പേഴ്സണലായിട്ട് എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നു. നമ്മുടെ കുടുംബ ജീവിതത്തിലും അങ്ങനെയാണ്, നമ്മുടെ ഭൗമിക ജീവിതത്തിലും അങ്ങനെ ഒരു അനുഭവമുണ്ട്. പിളർക്കപ്പെട്ട ജീവിതങ്ങൾ, അന്യമാക്കപ്പെട്ടു പോയ ജീവിതം, തകരപ്പെട്ട ജീവിതം, അല്ലെങ്കിൽ അകന്നുപോയതായ ജീവിതങ്ങൾ, അവരുടെ ജീവിതത്തിലെ പണ്ടത്തെ കാലങ്ങളെ കുറിച്ചുള്ളതായ ഒരു ഓർമ്മ, അല്ലെങ്കിൽ അവരുടെ സകല പ്രവൃത്തികളെയും അവർ തമ്മിൽ പങ്കിട്ടതായ അനേക സ്നേഹബന്ധങ്ങളെ കുറിച്ചുള്ളതായ ഒരു ധ്യാനം, വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ അവർക്ക് കൊടുക്കുവാനും വാങ്ങുവാനും കഴിഞ്ഞതായ സന്തോഷത്തിന്റെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ ആ ചിന്ത അവരിൽ കൂടെ വരുമ്പോൾ, ഓർമ്മയും ധ്യാനവും ചിന്തയും തമ്മിൽ സമ്മേളിക്കുമ്പോൾ ഒരു മുപ്പിണി ചരട് പോലെ അത് അറ്റുപോകാത്തൊരു ബന്ധമായി തീരുന്നു. ദൈവം നമ്മളുമായിട്ട് അങ്ങനെയുള്ള ഒരു ബന്ധമാണ്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, മുപ്പിണി ചരട് അറ്റുപോകുകയില്ല. എന്താണ് ഈ മുപ്പിണി ചരട്? പണ്ടത്തെ നാളുകളെ കുറിച്ചുള്ളതായ ഒരു ഓർമ്മ, ദൈവം ചെയ്ത സകല പ്രവൃത്തികളെയും കുറിച്ചുള്ളതായ ഒരു ധ്യാനം, നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ചെയ്തതായ മറ്റാർക്കും ചെയ്യാതെ നമുക്ക് വേണ്ടി മാത്രം ചെയ്തതായ ചില സ്നേഹബന്ധങ്ങൾ, അനുഭവങ്ങൾ, ചില വിടുതലുകൾ, ചില സൗഖ്യങ്ങൾ, ചില സൗഭാഗ്യങ്ങൾ, ചില അനുഗ്രഹങ്ങൾ, ചില ഉയർച്ചകൾ, ഇതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ മൂന്ന് അനുഭവങ്ങൾ തമ്മിൽ ഇണങ്ങിക്കൊണ്ട് ഒരിക്കലും വിട്ടുമാറാത്തതായ ഈ സ്നേഹബന്ധത്തിൽ നിന്ന്, ക്രിസ്തുയേശുവിലുള്ള ഈ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആർ എന്ന് പൗലോസ് ചോദിക്കുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിപ്പാനും ദൈവത്തോടുകൂടെ ജീവിക്കുവാനും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനുള്ളതായ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഭൗമിക ജീവിതത്തിലും അങ്ങനെയാണ്. തകർക്കപ്പെട്ട ജീവിതങ്ങൾ അവരുടെ നാടുകളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, തമ്മിൽ പങ്കിട്ടതായ കാലങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ വന്നുപോയ പിളർപ്പുകളുടെ സാഹചര്യങ്ങളെ മറക്കുവാൻ ദൈവം അവർക്കൊരു അഭിഷേകം കൊടുക്കും. അവർ തമ്മിലുള്ളതായ ഒരു ബന്ധത്തെ ദൈവം കൂട്ടി യോജിപ്പിക്കും. മനുഷ്യരുടെ കൈകളാലല്ല, ദൈവത്താൽ അവർക്കൊരു ബന്ധം സാധ്യമാകും. അതൊരു മനുഷ്യനും സൃഷ്ടിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി അല്പനേരം നമ്മുടെ പഴയ മനുഷ്യരെ കുറിച്ച്, നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മെ ദൈവം എങ്ങനെയാണ് നടത്തിയത്, നാം ആരായിരുന്നു, എങ്ങനെയായിരുന്നു ദൈവസ്നേഹത്തിലേക്ക് വന്നത്, ഒരു കുടുംബ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിലേക്ക് എങ്ങനെ വന്നു, അതിനുശേഷം നമ്മൾ പങ്കിട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്നാൽ വ്യക്തിപരമായി അവൻ എന്നെ സ്നേഹിച്ചത്, അവൾ എന്നെ സ്നേഹിച്ചത്, എത്ര മാധുര്യമായ അനുഭവങ്ങളെന്നൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഏത് മുറിക്കപ്പെട്ട ജീവിതങ്ങളും ഒന്നിച്ചു ചേരുവാനുള്ള ഒരു മെൽറ്റിംഗ് ഹാർട്ട് ദൈവം അവിടെ ക്രിയേറ്റ് ചെയ്യും. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, മാനുഷിക ജീവിതത്തിൽ നിങ്ങൾക്ക് അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കുടുംബ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കർത്താവിലേക്ക് നോക്കി അവനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, ധ്യാനത്തിൽ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരികെ വരുവാനുള്ളതായ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.